പറയാൻ വന്നത് കഴിഞ്ഞ ദിവസമായി കഴിഞ്ഞ മാസങ്ങളാകട്ടെ കഴിഞ്ഞ ആഴ്ചയാകട്ടെ ഇന്നാകട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ വാക്കുകളെ കുറിച്ച് സൂക്ഷിക്കണം എന്ന് പിന്നെയും നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൈവസഭയ്ക്ക് കൊടുക്കപ്പെട്ട ആലോചന എന്താണ്? നമ്മുടെ വാക്കുകൾ ഒട്ടും ശരിയല്ല. അങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ വചനം പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇത് എനക്കല്ല, ഇത് അവർക്കാണ്, ഇത് ഇവർക്കാണ് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഇവിടെ വചനം പറയുമ്പോൾ ഞാനിപ്പോൾ കേട്ടപ്പോൾ എന്നോട് ഇടപെട്ടത്, കർത്താവേ എന്റെ വാക്കുകൾ ആരെങ്കിലും വേദനപ്പെടുത്തിയിട്ടുണ്ടോ എന്നോട് ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ വാക്കുകൾ ആരെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ വേദന ഉണ്ടാക്കിയിട്ടെങ്കിൽ ദൈവാത്മാ എന്നോട് പറയണം. എനിക്കറിയത്തില്ല. ആരെങ്കിലും എന്റെ വാക്കുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒவ்வொரு ആഴ്ചയും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ അത് എനിക്കാണ് എന്ന് നാം ഏറ്റെടുക്കണം. ഞാൻ പറയട്ടെ, ഇത് നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആരും വിശുദ്ധന്മാരല്ല. നമ്മൾ എല്ലാവരും മനുഷ്യர்களാണ്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞ് ചിലപ്പോൾ നമ്മൾ തെറ്റുകൾ സംഭവിക്കും, അറിയാതെ തെറ്റുകൾ സംഭവിക്കും. അറിഞ്ഞ തെറ്റുകൾ നാം എന്ത് ചെയ്യണം? ദൈവാത്മ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ദൈവസന്നിധിയിൽ മടങ്ങി വന്നു നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ കാര്യത്തെ ഉപേക്ഷിക്കണം. ചിലപ്പോൾ നാം അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ ചില സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ നമ്മൾ ഓർമ്മപ്പെടുത്തും, ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ് എന്ന് ദൈവാത്മ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം അത് എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് നാം ദൈവസന്നിധി ഉപേക്ഷിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായ? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളോട് ആഴ്ചകൾ തോറും നമ്മളോട് ഇടപെടുന്നത് എന്താണ്? നമ്മൾ നാവെ സൂക്ഷിക്കണം, നമ്മുടെ വാക്കை സൂക്ഷിക്കണം എന്ന് ദൈവാത്മ നമ്മൾ എല്ലാ ആഴ്ചയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എന്റെ വാക്ക് എന്ത് പറ്റി, ഞാൻ ഏതെങ്കിലും വേദനപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവാത്മാവിന്റെ മുമ്പിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ മുഖാന്തരം വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ കടന്നു ചെന്ന് ക്ഷമ ചോദിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്ഷമ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. ദൈവസന്നിധിയിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും.